കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT 5ാം ക്ലാസ് സയൻസ് സീരീസിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണിത്. 5ാം ക്ലാസ് സയൻസിലെ ലാസ്റ്റ് പാഠമാണ് പാഠം 8 ജന്തുജാലങ്ങൾ. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ഹാൻഡ് ബുക്കിലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജന്തുജാലങ്ങൾ. ഭൂമിയിലെ ജന്തുജാലങ്ങളെ 6 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ജന്തുജാലങ്ങളെ 6 വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉരഗങ്ങൾ, ഉഭയജീവികൾ, സസ്തനികൾ, പ്രാണികൾ, മത്സ്യങ്ങൾ, പക്ഷികൾ. ഉരഗങ്ങൾ, ഉഭയജീവികൾ, സസ്തനികൾ, പ്രാണികൾ, മത്സ്യങ്ങൾ, പക്ഷികൾ. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും പഠിക്കാനുണ്ട്. ആദ്യം പ്രാണികൾ. പ്രാണികളുടെ ഒരു പ്രത്യേകതയാണ് രൂപാന്തരണം. എന്താണ് രൂപാന്തരണം? ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയുടെ സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെ രൂപാന്തരണം എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ചിത്രശലഭം മുട്ടയിടുന്നു. മുട്ടയിട്ടുണ്ടാവുന്നത് കുഞ്ഞുങ്ങൾ ചിത്രശലഭമാണോ? അല്ല, പുഴുക്കളായിട്ടാണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ പുഴുക്കൾ ലാർവയായി മാറിയിട്ട് ആ ലാർവയാണ് പിന്നെ ചിത്രശലഭമായിട്ട് മാറുന്നത്. അപ്പോൾ ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. മാതൃജീവിയോട് സാദൃശ്യം കാണിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാകുന്നു. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ഈ ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നു. പിന്നീട് ഈ കുഞ്ഞുങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ളൊരു ജീവിയായിട്ട് മാറുന്നത്. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രൂപാന്തരണം 2 തരത്തിലുണ്ട്. പൂർണ്ണ രൂപാന്തരണവും അപൂർണ രൂപാന്തരണവും. പൂർണ്ണ രൂപാന്തരണവും അപൂർണ രൂപാന്തരണവും. പൂർണ്ണ രൂപാന്തരണം എന്താണ്? കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് യാതൊരു സാദൃശ്യവും ഉണ്ടാകില്ല. പൂർണ്ണ രൂപാന്തരണത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അതിനുശേഷം ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാകും. പൂർണ്ണ രൂപാന്തരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. 4 ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത്. പ്യൂപ്പ ഘട്ടം കാണിക്കുന്നു. ഉദാഹരണങ്ങളാണ് വണ്ട്, ഈച്ച, പൂമ്പാറ്റ. ഇതിൻ്റെ ഒരു ഡയഗ്രം കാണിച്ചു തരാം. ഇവിടെ കുയ്യാന എന്ന ലാർവയുടെ രൂപാന്തരണമാണ് പറയുന്നത്. മുട്ട വിരിഞ്ഞ് ലാർവയുണ്ടാവുന്നു, അതായത് കുയ്യാന. ഇത് പിന്നീട് പ്യൂപ്പയായിട്ട് മാറുന്നു. പ്യൂപ്പയിൽ നിന്ന് ആൻഡ് ലയൺ ലേസ് വിങ് വരുന്നു. ഒരു തുമ്പിയുടെ വിഭാഗമാണ് ആൻഡ് ലയൺ ലേസ് വിങ്. അപ്പോൾ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുയ്യാന ഈ ആൻഡ് ലയൺ ലേസ് വിങ്ങുമായിട്ട് മാതൃജീവിയോടെ സാദൃശ്യമില്ല. പിന്നീട് ഈ കുയ്യാന പ്യൂപ്പയായിട്ട് മാറുന്നു. ഈ പ്യൂപ്പയിൽ നിന്നാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ളൊരു ജീവിയായിട്ട് മാറുന്നത്. അപ്പം 4 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ഇനി പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. പൂർണ്ണ രൂപാന്തരണം കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടായിരിക്കില്ല. 4 ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത്. പ്യൂപ്പ ഘട്ടം കാണിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും മാതൃജീവിക്കുമിടയിൽ ഒരു പ്യൂപ്പ ഘട്ടം വരുന്നുണ്ട്. ഉദാഹരണങ്ങളാണ് വണ്ട്, ഈച്ച, ചിത്രശലഭം. വണ്ട്, ഈച്ച, ചിത്രശലഭം. ഇതാണ് പൂർണ്ണ രൂപാന്തരണം. അപൂർണ രൂപാന്തരണം. അപൂർണ രൂപാന്തരണം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് ചില സാദൃശ്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ മാതൃജീവിയോട് ചില സാദൃശ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ പ്യൂപ്പ ഘട്ടം ഇവിടെ ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്കും മാതൃജീവിക്കുമിടയിൽ ഒരു പ്യൂപ്പ ഘട്ടമില്ല. ഉദാഹരണങ്ങളാണ് പുൽച്ചാടി, ചീവീട്, പാറ്റ, ഡ്രാഗൺ ഫ്ലൈ. ഡയഗ്രം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കൂറയുടെ ജീവിതചക്രമാണ് കാണിക്കുന്നത്. മുട്ടയാവുന്നു. മുട്ടയിൽ നിന്ന് നിംഫ് അറിയുന്നതാണ് കുഞ്ഞുങ്ങൾ. ഇത് മാതൃജീവിയോട് ചില സാദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാൽ മാതൃജീവിയുടെ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. പിന്നീട് ഒരു ചെറിയൊരു ഘട്ടം കഴിഞ്ഞിട്ടാണ് പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയാവുന്നത്. മുട്ട, നിംഫ്, പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റ.
ഇനി ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് ചില സാദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അപൂർണ രൂപാന്തരണത്തിൽ. ഇവിടെ പ്യൂപ്പഘട്ടം ഉണ്ടാവില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. അപൂർണ രൂപാന്തരണത്തിൽ പ്യൂപ്പഘട്ടം ഉണ്ടാവില്ല. നിംഫിനും പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റക്കുമിടയിൽ ഒരു പ്യൂപ്പഘട്ടം വരുന്നില്ല. ഉദാഹരണങ്ങളാണ് പുൽച്ചാടി, ചീവീട്, പാറ്റ, ഡ്രാഗൺ ഫ്ലൈ. ഉദാഹരണങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ചിത്രശലഭങ്ങൾ. നമ്മുടെ പ്രാദേശികമായിട്ടും കേരളത്തിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ചില ചിത്രശലഭങ്ങളുടെ പേരാണ് തന്നിട്ടുള്ളത്. ഇത് ഓരോ പേരുകൾ കേൾക്കുമ്പോഴും ഇത് ചിത്രശലഭത്തിൻ്റെ വിഭാഗങ്ങളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. ചിത്രശലഭങ്ങൾ വരയൻ കടുവ, വിലാസിനി, നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോയി, എരുക്കുതപ്പി. ഇത് ഓപ്ഷൻസ് തന്നിട്ട് ചിത്രശലഭങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാം. അങ്ങനെയാകുമ്പോൾ വരയൻ കടുവ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിത്രശലഭത്തിൻ്റെ വിഭാഗമാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ചിത്രശലഭങ്ങൾ വരയൻ കടുവ, വിലാസിനി, നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോയി, എരുക്കുതപ്പി. ദെൻ എന്താണ് ശലഭോദ്യാനം? ശലഭങ്ങൾക്ക് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവകൾക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളുമുള്ള ഉദ്യാനങ്ങളെയാണ് ശലഭോദ്യാനം എന്ന് പറയുന്നത്. ശലഭങ്ങൾക്ക് തേൻ കുടിക്കാനാവുന്ന സസ്യങ്ങളും വേണം, ലാർവകൾക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളുമുള്ള ഉദ്യാനങ്ങളെയാണ് ശലഭോദ്യാനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നിശാശലഭം. നിശാശലഭം എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ കാണപ്പെടുന്ന ശലഭങ്ങളെയാണ് നിശാശലഭം എന്ന് പറയുന്നത്. ഇവയ്ക്ക് കളർഫുൾ ആയിരിക്കില്ല ഈ ശലഭങ്ങൾ. അതുപോലെ തന്നെ ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാവുന്നത്. അപ്പോൾ പട്ടുനൂൽ പുഴുവിൻ്റെ ചിത്രശലഭം ഒരു നിശാശലഭമാണെന്ന് മനസ്സിലാക്കി വെക്കുക. നിശാശലഭം രാത്രികാലങ്ങളിൽ കാണപ്പെടുന്നു. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. ദെൻ വെങ്കണനീലി. വെങ്കണനീലി എന്ന് പറയുന്നത് ഒരു ചിത്രശലഭത്തിൻ്റെ വിഭാഗമാണ്. ഇവ പകൽ നേരങ്ങളിൽ നീല നിറത്തിൽ കാണപ്പെടുന്ന ഒരു ശലഭമാണ്. പകൽ നേരങ്ങളിലാണ് കാണപ്പെടുന്നത്, നീല നിറത്തിലായിരിക്കും. നിശാശലഭങ്ങളുടെ സ്വഭാവം കാണിക്കുന്നതിനാൽ നിശാശലഭ കുടുംബത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെങ്കണനീലി എന്ന് പറയുന്നത് പകൽ സമയത്ത് കാണപ്പെടുന്നതാണ്. പക്ഷേ ഇവയുടെ എല്ലാ സ്വഭാവങ്ങളും പ്രത്യേകതകളും നിശാശലഭങ്ങളോട് യോജിച്ചതിനാൽ ഇതിനെ നിശാശലഭത്തിൻ്റെ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെങ്കണനീലി. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഉറുമ്പുകൾക്ക് ചിറക് മുളക്കും. ഉറുമ്പുകൾക്ക് ഒരു ഘട്ടത്തിൽ ഉറുമ്പുകൾ ചിറക് മുളച്ച് പറന്നു പോകാറുണ്ട്. ഇത് സമയത്താണ് പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന സമയത്താണ് ഉറുമ്പുകൾക്ക് ചിറക് മുളക്കുന്നത്. ഉറുമ്പുകൾക്ക് ചിറക് മുളച്ച് അവ പറന്നു പോയിട്ട് മറ്റൊരു കൂട്ടുകളിൽ പോയിട്ട് പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നു. സസ്യങ്ങളെ ആക്രമിക്കുന്ന പുഴുക്കൾ. നമുക്കറിയാം, ഒരു തോട്ടത്തിൽ എപ്പോഴും ഒരു സസ്യങ്ങളെ കീടങ്ങളും പ്രാണികളുമായിട്ട് ആക്രമിക്കാറുണ്ട്. ഇതിന് എക്സാമ്പിളായിട്ടുള്ള സസ്യങ്ങളെ ആക്രമിക്കുന്ന ചില പുഴുക്കളുടെ പേരുകളാണ് ഇലച്ചുരുട്ടി പുഴു, കൊമ്പൻ ചെല്ലി, പയ ഈച്ച, തെങ്ങോലപ്പുഴു. ഇലച്ചുരുട്ടി പുഴു, കൊമ്പൻ ചെല്ലി, പയ ഈച്ച, തെങ്ങോലപ്പുഴു. ഇവയൊക്കെ പ്രതിരോധിക്കാൻ നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അതിൽ ചിലതാണ് പ്രാണികളെ, കീടങ്ങളെ പ്രതിരോധിക്കുന്ന മാർഗങ്ങൾ. സസ്യങ്ങൾക്കിടയിൽ ചെണ്ടുമല്ലി വളർത്തുക. ഈ നെൽപ്പാടങ്ങൾക്ക് അരികിലൂടെയൊക്കെ നമുക്ക് ചെണ്ടുമല്ലി ചെടികൾ ഒരുപാട് കാണാം. ഇതെന്തിനാണ് വളർത്തുന്നത്? അതിലെ ചെണ്ടുമല്ലിയിലുള്ള ഒരു രാസവസ്തു ഈ പ്രാണികളെയെല്ലാം പ്രതിരോധിക്കും. സസ്യങ്ങൾക്കിടയിൽ ചെണ്ടുമല്ലി വളർത്തുക. ചെണ്ടുമല്ലിയിൽ ഉൾപ്പെടുന്ന രാസവസ്തുവാണ്, ഇത് ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ള പോയിൻ്റാണ്, പൈറത്തൈൻ ആൻഡ് ലിമോണനെ. ചെണ്ടുമല്ലി ചെടിയിൽ ഉള്ള പ്രാണികളെ തുരത്തുന്ന രാസവസ്തുവാണ് പൈറത്തീൻ ലിമോണനെ. ദെൻ ഭക്ഷ്യവസ്തുക്കളിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് വെക്കും. ഭക്ഷ്യവസ്തുക്കളിൽ അവ കേടുവരാതിരിക്കാൻ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇപ്പോൾ എണ്ണകളിൽ, വെളിച്ചെണ്ണയിലൊക്കെ കുരുമുളക് ഇട്ട് വെക്കും, എണ്ണ കേടുവന്ന് പോവാതിരിക്കാൻ. ഇതെന്തുകൊണ്ടാണ്? ഈ സുഗന്ധവ്യഞ്ജനങ്ങളിലെ ചില രാസവസ്തുക്കൾ ഇവ കേടുവരുന്നതിൽ നിന്ന് സംരക്ഷിക്കും. ഈ കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളും അതിലുള്ള രാസവസ്തുക്കളുടെയും പേരാണ് തന്നിട്ടുള്ളത്. ഇതും ഹാൻഡ് ബുക്കിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. ഏലം ആൽഫ ടെർപ്പിനോള്, കുരുമുളക് ക്യാപ്സൈസിൻ, ഗ്രാമ്പു യുജനോൾ, കറുവപ്പട്ട സിനമാൽഡിഹൈഡ്. ഏലം ആൽഫ ടെർപ്പിനോൾ, കുരുമുളക് ക്യാപ്സൈസിൻ, ഗ്രാമ്പു യുജനോള്,
കറുവപ്പട്ട, സിനമാൽഡിഹൈഡ്. ദെൻ പ്രാണികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകത. പ്രാണികളുടെ ശരീരം മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ശരീരം 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ശിരസ്, നെഞ്ച്, ഉടൽ. ശിരസ് തലഭാഗം, ദെൻ നെഞ്ച്, പിന്നീട് ഉടൽ. ഇവരുടെ പ്രത്യേകതകളാണ് ഒരു ജോഡി ആൻറ്റിനകൾ ഉണ്ടാവും. ഈ തലയിൽ ഈ കാണുന്നതാണ് ആൻറ്റിനകൾ എന്ന് പറയുന്നത്. ഒരു ജോഡി ആൻറ്റിനകൾ ഉണ്ടായിരിക്കും പ്രാണികൾക്ക്. അതുപോലെ തന്നെയാണ് സംയുക്ത നേത്രങ്ങളാണ് പ്രധാന ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. പ്രാണികളിൽ സംയുക്ത നേത്രങ്ങളാണ് കാണപ്പെടുന്നത്. 3 ജോഡി കാലുകൾ ഉണ്ടായിരിക്കും. 3 ജോഡി കാലുകൾ, അതായത് 6 കാലുകൾ. 2 ജോഡി ചിറകുകളുണ്ടായിരിക്കും. മേജർ പ്രാണികൾക്കും 2 ജോഡി ചിറകുകളാണ് ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് എക്സെപ്ഷൻസ് ഉണ്ട്. 1 ജോഡി ചിറകുള്ള പ്രാണികളുണ്ട്. അവയാണ് ഈച്ച, കൊതുക്. 1 ജോഡി ചിറകുള്ള പ്രാണികളാണ് ഈച്ച, കൊതുക്. ചിറകില്ലാത്ത പ്രാണികളും ഉണ്ട്. അവയ്ക്ക് എക്സാമ്പിളാണ് പേന്, മൂട്ട, ഇരട്ടവാലൻ. ചിറകില്ലാത്ത പ്രാണികളാണ് പേന്, മൂട്ട, ഇരട്ടവാലൻ. ദെൻ പ്രാണികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മത്സ്യങ്ങൾ. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് മത്സ്യങ്ങൾക്ക്. മത്സ്യങ്ങളിൽ പ്രത്യുൽപാദനം മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. ദെൻ എന്താണ് ഊത്തക്കയറ്റം? പ്രജനനത്തിനു വേണ്ടി മീനുകൾ ദേശാടനം നടത്തുന്ന സമയമാണ് ഊത്തക്കയറ്റം. ഊത്തക്കയറ്റം എന്ന് പറഞ്ഞാൽ അരുവികളിലേക്കും തോടുകളിലേക്കും ഇവ പ്രജനനത്തിന് വേണ്ടിയിട്ട് മീനുകൾ കയറി വരും. പ്രജനനത്തിന് വേണ്ടി മീനുകൾ ദേശാടനം നടത്തുന്ന സമയമാണ് ഈ ഊത്തക്കയറ്റം. ഈ സമയത്ത് ട്രോളിംഗ് നിരോധനം കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ മത്സ്യസമ്പത്ത് കുറയുന്നത്, ഈ സമയത്ത് മീൻ പിടിക്കുന്നതിലൂടെ മത്സ്യസമ്പത്ത് കുറയുന്നതിനാലാണ് ട്രോളിംഗ് നിരോധനം ഈ സമയത്ത് കൊണ്ടുവരാറുണ്ട്. ഊത്തക്കയറ്റം ശ്രദ്ധിക്കുക. ദെൻ ഉഭയജീവികൾ. മത്സ്യങ്ങൾ കഴിഞ്ഞു. ദെൻ ഉഭയജീവികൾ. എന്താണ് ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫീബിയൻസ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഇവ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കുന്നു. ഉദാഹരണങ്ങളാണ് തവള, സിസിലിയൻ. ഉപജീവികൾക്ക് ഉദാഹരണങ്ങളാണ് തവള, സിസിലിയൻ. തവളയുടെ രൂപാന്തരണം ശ്രദ്ധിക്കുക. തവള അതിൽ മുട്ടയിടുന്നു. മുട്ടയിൽ നിന്ന് വാൽമാക്രിയാണ് ഉണ്ടാകുന്നത്. വാൽമാക്രി ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് തവളയായിട്ട് മാറുന്നത്. തവള, മുട്ട, വാൽമാക്രി. വാൽമാക്രി പിന്നീടും തവളയായിട്ട് മാറും. ദെൻ തവള ഒരു ഉഭയജീവിയാണ്. അതിൻ്റെ ആദ്യകാലങ്ങളിൽ തവള വെള്ളത്തിലാണ് പൂർണ്ണമായിട്ടും ജീവിക്കുന്നത്. വാൽമാക്രി ഘട്ടത്തിൽ. പിന്നീട് അത് കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. മറ്റൊരു ഉഭയജീവിയാണ് സിസിലിയനുകൾ. സിസിലിയനുകൾ എന്ന് പറയുന്നത് കുരുടികൾ എന്നാണ് നമ്മൾ പ്രാദേശികമായിട്ട് പറയുന്നത്. സിസിലിയനുകൾ, കുരുടികൾ. ഇവ മാംസബുക്കാണ്. അതുപോലെ തന്നെ ഇവർക്ക് കണ്ണുകൾ, നമ്മൾ കുരുടികൾക്ക് കണ്ണില്ലെന്ന് പറയും, പക്ഷെ ഇവർക്ക് കണ്ണുകളുണ്ട്. ഒരു നേർത്ത അവരുടെ നേർത്ത സ്കിന്ന് കൊണ്ട് അത് മൂടി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കണ്ണുകൾ കാണാത്തത്. അപ്പോൾ കുരുടികൾ, സിസിലിയനുകൾ ഇവ ഉഭയജീവികളാണ്. അതുപോലെ തന്നെ മാംസബുക്കുകളാണ്. സിസിലിയനുകൾ എന്ന് പറയുന്നത് മാംസബുക്കുകളാണ്. ഇവർ രാസവസ്തുക്കൾ തിരിച്ചറിയാനുള്ള ഇവരുടെ ഇന്ദ്രിയമാണ് ടെൻറക്കിൾ. സിസിലിയനുകളുടെ അല്ലെങ്കിൽ കുരുടികളുടെ രാസവസ്തുക്കൾ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയമാണ് ടെൻറക്കിൾ. അപ്പോൾ ഉഭയജീവികൾ പറഞ്ഞു, തവളയും സിസിലിയനും. ദെൻ ഉരകങ്ങൾ. ഉരകങ്ങളിലും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ്. ഉരകങ്ങൾക്ക് ഉദാഹരണമാണ് പാമ്പ്, പല്ലി, ആമ, മുതല, ഓന്ത്. ഉരകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പാമ്പ്, പല്ലി, ആമ, മുതല, ഓന്ത്. ദെൻ വിഷപ്പാമ്പുകൾ. പാമ്പുകൾ ഉരകങ്ങളാണ്. വിഷപ്പാമ്പുകൾ കേരളത്തിൽ ആകെ വിഷപ്പാമ്പുകളായിട്ട് 5 പാമ്പുകളേ ഉള്ളൂ. 5 പാമ്പുകൾ മാത്രമാണ് വിഷമുള്ളത്. ഏതൊക്കെയാണ്? മൂർഖൻ, രാജവെമ്പാല, ശംഖുവരയൻ, അണലി, കടൽപ്പാമ്പ്. ഇതിൽ പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും വരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇവയെ കാണുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ചിത്രങ്ങൾ തന്നിട്ടുള്ളത്. മൂർഖന് ഇത് വേണമെങ്കിൽ വായിച്ചു പോവാം. വികസിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പരബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിനുതായ കുറുകയായി വീതിയുള്ള 2 വളയങ്ങളും കാണാം. മൂർഖൻ ഒരു വിഷപ്പാമ്പാണ്. അടുത്തതാണ് രാജവെമ്പാല. പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഈ അടയാളം 5 മീറ്റർ വരെ നീളമുണ്ടായിരിക്കും. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ, വാലിന് നല്ല കറുപ്പ്. ദെൻ ശംഖുവരയൻ, വെള്ളിക്കട്ടൻ എന്നും പറയും. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ, കറുത്തിരുണ്ട നിറം. ദെൻ അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ എന്ന് പറയും. ത്രികോണാകൃതിയുള്ള വലിയ തലയാണ്. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ കാണാം.
ദെൻ കടൽപ്പാമ്പ് വലക്കടിയൻ എന്നും പറയും. കടലിലാണ് കാണപ്പെടുന്നത്. വാല് പരന്നതും തുയയുടെ ആകൃതിയിലുമാണ്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ കാണാം. ദെൻ ഉരകങ്ങൾ കഴിഞ്ഞിട്ട് പക്ഷികളും മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷികൾ ഒരുപാട് പഠിക്കാനില്ല. ദെൻ സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ ഇവയെല്ലാം മുട്ട വിരിഞ്ഞുണ്ടാവുകയാണ്. സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. സസ്തനികളുടെ പ്രത്യേകതയാണ് ചെവികുട ഉണ്ടായിരിക്കും. സസ്തനികളിൽ ചെവികുട ഉണ്ടായിരിക്കും. സസ്തനികൾക്ക് ഉദാഹരണമാണ്, ശ്രദ്ധിക്കുക, മുയൽ, പശു, നായ, പൂച്ച, പന്നി, തിമിംഗലം, ഡോൾഫിൻ, വവ്വാല്, നീർനായ. സസ്തനികൾക്ക് ഉദാഹരണങ്ങളാണ് മുയൽ, പശു, നായ, പൂച്ച, പന്നി, തിമിംഗലം, ഡോൾഫിന്, വവ്വാല്, നീർനായ. ദെൻ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ, പ്രാണികളല്ലാത്ത എല്ലാ വിഭാഗത്തിലും ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. ദെൻ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. കേരളത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് കടുവച്ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി. കടുവച്ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി. ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. 5ാം ക്ലാസ്സിലെ സയൻസ് ഇവിടെ തീരുകയാണ്. അടുത്ത ക്ലാസ് മുതൽ 6ാം ക്ലാസ്സിലെ പാഠങ്ങൾ നമുക്ക് തുടങ്ങാം. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്